അനിഴം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനിഴ നക്ഷത്രം വൃശ്ചിക രാശിക്കൂറാണ്. അവരും അഷ്ടമത്തിലാണ് വ്യാഴം. 5-ാം ഭാവത്തിൽ നമുക്ക് ശനീശ്വരം വന്നു. അപ്പം മനോബലമൊക്കെ കൂട്ടുകയാണ് ഇവർ. ഇപ്പോൾ ഒരാൾ പൈസ ചോദിക്കുമ്പോഴേക്കും അവർക്ക് കിട്ടും. അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ആ പൈസ നമുക്ക് കടമായിട്ട് ധാരാളം കിട്ടുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം. അത് 2-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് നമുക്ക് പൈസ വരും. പക്ഷെ അത് കടം മേടിക്കാതെ നമ്മുടെ ജോലിയിലൂടെ തന്നെ, കർമ്മത്തിലൂടെ തന്നെ സമ്പാദിക്കാനായിട്ട് നോക്കണം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8, 9, 10-ാം ഭാവത്തിൽ കേതു നിൽക്കുകയാണ്, ഗണ്ഡകനാണ്. അപ്പോൾ എപ്പോഴും കർമ്മത്തിൽ ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ആ കർമ്മത്തേക്ക് ഞാൻ പോവില്ല, അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതേപോലെ മേലുദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്ന് നമുക്ക് ധാരാളം ചീത്ത കേൾക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ അവിടേക്ക് പോവില്ല, ആ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഈ ഒരു ദോഷം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, സഹസ്രനാമം ജപിക്കുക. പിന്നെ ഇത് ചൊവ്വയുടെ ക്ഷേത്രം ആയതുകൊണ്ട് ദേവി മാഹാത്മ്യം ഉണ്ടല്ലോ, ആ ദേവി മാഹാത്മ്യത്തിലെ 11-ാമത്തെ അധ്യായം ഒരു നെയ്വിളക്കൊക്കെ വെച്ച് 41 ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രതിസന്ധിയും നമുക്ക് കരകയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ ഞാനായിട്ട് പറയുന്നതല്ല. അപ്പോൾ ഇവിടെ ആ ഒരു ദേവി മാഹാത്മ്യ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായം നന്നായിട്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ സഹസ്രനാമമാണ് നിങ്ങൾ ജപിക്കാറുള്ളതെങ്കിൽ അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കൃത്യമായിട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഡെയിലി ചെല്ലുന്നവരാണെങ്കിൽ രാവിലെ ആണെങ്കിൽ രാവിലെ കറക്റ്റ് ആക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മാത്രമാണ് ജപിക്കാൻ നേരമുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാക്കുക. അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എനിക്ക് കിട്ടുന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളും അതുപോലെയായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഈ ദേവീക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാൻ പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. ഇതാണ് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയേണ്ടത്. ഈ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല പുരോഗതി ഉണ്ട്. നിങ്ങൾ കർമ്മത്തിലൂടെ പുരോഗതി ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ കർമ്മത്തിൽ ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ മാറ്റാനാണ് നമ്മൾ ദേവി മാഹാത്മ്യമോ ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സ്തോത്രം ഏതാണോ നിങ്ങൾ ജപിക്കുന്നത് വെച്ചാൽ അത് കൃത്യമായിരിക്കണം. അത് അനുഷ്ഠാനം പോലെ നമ്മൾ കൃത്യമായി ഭജിച്ചാൽ നിങ്ങളുടെ ഈ ദോഷങ്ങളെ മാറ്റി നമുക്ക് മുന്നോട്ട് ഏറ്റവും നന്നായിട്ട് പോകാനായിട്ട് പറ്റും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് ഓരോ സ്ട്രഗിൾ തരുന്നോ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു നന്മയുണ്ടായിരിക്കും. അപ്പോൾ കർമ്മത്തിൽ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഒരു സ്ഥലം മാറ്റം കിട്ടി, നമ്മൾ അവിടേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ. പക്ഷെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങളായിരിക്കും അവിടെ കാത്തിരിക്കുന്നുണ്ടാവുക. അങ്ങനെ മുന്നിലൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങളും. കുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് അയ്യോ ഞങ്ങൾ സ്ഥലം മാറി എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. ആ ടെൻഷനൊക്കെ മാറ്റി അവിടെ ചെന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് മനസ്സിലാക്കി അതൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് ഇവിടെ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥന വേണം. ഇവിടെ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ രോഗാവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ തൊണ്ട വേദന അല്ലെങ്കിൽ തൊണ്ട സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ അങ്ങനെയൊക്കെ വരും, മുഖ രോഗങ്ങൾ അങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയും അതൊന്നും വരാതിരിക്കാനും വേണ്ടിയാണ് സഹസ്രനാമം ചൊല്ലാനും അനുഷ്ഠാനം പോലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ പറയുന്നത്. ഒരു കൃത്യനിഷ്ഠത ഉണ്ടാക്കുക, നമ്മളുടെ പ്രാർത്ഥനകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് ജപിക്കുക. സഹസ്രനാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങളും മൂല്യങ്ങളും അറിഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നമുക്ക് പറ്റും. ഒരു സഹസ്രനാമം പഠിക്കാൻ അധികം സമയം വേണ്ട. ഒരു 3 മാസമൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം നമുക്ക് പറയാനുള്ളത്. തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നന്നായിട്ട് പറ്റുന്ന ഒരു സമയമാണ്.